അടുത്തായിട്ട് നോക്കേണ്ടത് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ജർമ്മനി. ജർമ്മനിയിലുള്ള കോപ്പറേറ്റീവ് മൂവ്മെൻറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് പറയേണ്ടത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ആരംഭിക്കുന്നത് സ്റ്റാർട്ടഡ് ജർമ്മനി 19th സെഞ്ച്വറിയുടെ മിഡിലാണ്. 19th സെഞ്ച്വറിയുടെ മിഡിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ജർമ്മനി സ്റ്റാർട്ടഡ് 19th സെഞ്ച്വറിയുടെ മിഡിലാണെന്ന് നമുക്ക് പറയാം. എ ഗ്രൂപ്പ് ഓഫ് മണി ലെൻഡേഴ്സ് മോസ്റ്റ്ലി ജ്യൂസ് വെയിറ്റ് ഓഫ് ഇൻഡെപ്റ്റഡ്നെസ്. ഇത് തുടങ്ങാനുള്ള കാരണം എന്താ? ഈ ജർമ്മനിയിലെ ഏറ്റവും കൂടുതൽ പണം കടം കൊടുക്കുന്നവർ, പണം വായ്പയ്ക്ക് കടം കൊടുക്കുന്നവർ, അവർ ഈ പറയുന്ന ജനങ്ങളെ എന്താ പറയുക കടക്കണിയിലാക്കുകയും അവരുടെ കൃഷിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ പിടിച്ചെടുക്കുകയും അവർക്ക് കൃഷി ചെയ്യാനുള്ള ലോൺ നൽകുകയും ആ ലോൺ വഴി കൃഷി തന്നെ പിടിച്ചെടുക്കുന്ന രീതിയിലേക്കൊക്കെ മാറിയപ്പോൾ അതിന് ഒരു സോഷ്യൽ റീഫോംസ് എന്ന രീതിയിൽ ആരംഭിച്ച ഓർഗനൈസേഷൻ. അത് ഏത് ബേസിൽ? ഈക്വിറ്റി ആൻഡ് ഈക്വാലിറ്റി എന്ന കൺസെപ്റ്റിൽ, ഈക്വിറ്റി ആൻഡ് ഈക്വാലിറ്റി എന്ന കൺസെപ്റ്റിലാണ് ആദ്യമായിട്ട് ആരംഭിച്ചത്. ജർമ്മനി ഫസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് അപ്ലൈഡ് പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേറ്റീവ്. നമ്മൾ പറയേണ്ടത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആദ്യമായിട്ട് അപ്ലൈ ചെയ്ത രാജ്യം എന്ന് പറയുന്നത് ജർമ്മനിയാണ്. തുടങ്ങിയ രാജ്യം ഇംഗ്ലണ്ടാണ്, പക്ഷെ അത് അപ്ലൈ ചെയ്ത രാജ്യം എന്ന് പറയുന്നത് ജർമ്മനിയാണ് എന്ന് പറയുന്നു. ജർമ്മനിയിലാണ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ആരംഭിച്ചത്. ആണ് പ്രത്യേകം. ആദ്യമായിട്ട് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ആരംഭിച്ചത് ജർമ്മനിയിലാണ്. അതുകൊണ്ട് തന്നെ ജർമ്മനിയെ ക്രെഡിൽ ഓഫ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് എന്ന് വിളിക്കുന്നു. ക്രെഡിൽ ഓഫ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് എന്ന് വിളിക്കുന്നു. ക്രെഡിൽ ഓഫ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് എന്ന് വിളിക്കുന്നു. ക്രെഡിൽ ഓഫ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് എന്ന് നമ്മൾ വിളിക്കുന്നു. ഇവരുടെ എന്താ? പ്രൊവൈഡിങ് ചീപ്പ് ക്രെഡിറ്റ്, ഏറ്റവും ന്യായമായ രീതിയിൽ ചീപ്പ് ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് എസ്കേപ്പ് ഫ്രം മണി ലെൻഡേഴ്സ്, മണി ലെൻഡേഴ്സിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കുകയും അവർക്ക് ആവശ്യമായ ക്രെഡിറ്റ് ചീപ്പ് റേറ്റിന് കൊടുക്കുകയും ഇവരുടെ ലക്ഷ്യമാണ്. ഇതിനു വേണ്ടി രണ്ട് വ്യക്തികളാണ് മുൻകൈയെടുത്തത്. FW റൈവ്സൺ ആൻഡ് ഫ്രാൻസ് ഷൂൾസ് എന്ന് പറയുന്ന രണ്ട് വ്യക്തികളാണ് ഇതിന് ആക്കം കൂട്ടിയത്. അവരുടെ ലക്ഷ്യം എന്താ? റെസ്ക്യൂ ദ പീപ്പിൾ, അതായത് മണി ലെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ദെയർ ഓൺ ഓർഗനൈസേഷൻ, അവരുടെ സ്ഥാപനങ്ങളും സംവിധാനങ്ങളും വഴി. ടു ആർഡന്റ് കോപ്പറേറ്റേഴ്സ്, ഇവരാണ് പൈനിയർ ഓഫ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇവരെ നമുക്ക് എന്ത് വിളിക്കാം? പൈനിയേഴ്സ് ഓഫ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് വിളിക്കാം. അപ്പോൾ ജർമ്മൻ മൂവ്മെൻറ്റിന് ആക്കം കൂട്ടിയത് മണി ലെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഇവരെ രക്ഷിക്കുന്നതിന് വേണ്ടി രണ്ട് ആർഡന്റ് കോർപ്പറേറ്റേഴ്സ് അവരുടെ ബിസിനസ് ആരംഭിച്ചു. ഒന്ന് FW റൈവ്സൺ, ദെൻ ഓൾസോ ഫ്രാൻസ് ഷൂൾസ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. ഇനി നമുക്ക് ഇവരെ കുറിച്ച് എങ്ങനെ നോക്കാം എന്നുള്ളതാണ്. ആദ്യത്തെ വ്യക്തി ഫ്രാൻസ് ഷൂൾസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. 1809 ആൻഡ് 1813 എന്ന് പറയാം. ഇദ്ദേഹം ജനിച്ചത് 1809 അത് ഡെലീഷ്യസ് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ് അല്ലെങ്കിൽ ജനനമുണ്ടായത് എന്ന് പറയാം. പ്രൊഫഷണലി ഹി വാസ് എ ജഡ്ജ് ഇൻ ദ സിറ്റി ഓഫ് ഡെലീഷ്യസ്. ഈ സിറ്റിയുടെ ജഡ്ജി ആയിരുന്നു. ആൻഡ് ലേറ്റർ ഹി വാസ് ഇലക്റ്റഡ് ആസ് ദ മേയർ ഓഫ് ദിസ് സിറ്റി. അദ്ദേഹം ആദ്യം ജഡ്ജായിട്ടും പിന്നീട് ആ സിറ്റിയുടെ മേയറായിട്ടും പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഇൻ 1849 1849 ടുഗദർ വിത്ത് ഹിസ് ഫ്രണ്ട്, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ബെർൺഹാർഡി എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ചേർന്ന് അദ്ദേഹം ആദ്യമായിട്ട് ഫ്രണ്ട്ലി കോപ്പറേറ്റീവ് സൊസൈറ്റി ആരംഭിക്കുന്നു. അപ്പോൾ 1849 ദിസ് പേഴ്സൺ ആൻഡ് ഹിസ് ഫ്രണ്ട് ബെർൺഹാർഡി വിൽ സ്റ്റാർട്ടഡ് ഫ്രണ്ട്ലി കോപ്പറേറ്റീവ് സൊസൈറ്റി. അത് കൊണ്ടുവരാനുള്ള കാരണം എന്താ? ഫോർ പ്രൊവൈഡിങ് റിലീഫ് ഇൻ ദയർ സിക്നെസ്, ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരുടെ സിക്നെസ് ഒഴിവാക്കുന്നതിന് വേണ്ടി അവർ ആരംഭിച്ച സംവിധാനമാണെന്ന് പറയാം. അതിനവർ ആദ്യം ചെയ്ത പരിപാടി, ഏറ്റവും കൂടുതൽ ഷൂ മേക്കേഴ്സ് ഉണ്ടായ രാജ്യമാണ് ജർമ്മനി. അപ്പോൾ ആ ഷൂ മേക്കേഴ്സിന് ആവശ്യമായ റോ മെറ്റീരിയൽസ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു ഈ സൊസൈറ്റിയുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത്.
പർച്ചേസ്ഡ് റോ മെറ്റീരിയൽസ് ആൻഡ് ഓൾസോ പ്രൊവൈഡിങ് ചീപ്പ് ക്രെഡിറ്റ് ടു ദാറ്റ് പേഴ്സൺ. അവർക്ക് ആവശ്യമായ ചീപ്പ് ക്രെഡിറ്റ്, വളരെ പലിശ കുറഞ്ഞ രീതിയിൽ എമൗണ്ട് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം അവർ കൊണ്ടുവന്നു എന്നുള്ളതാണ്. 1850 1850 എന്ത് വന്നു? ഫൗണ്ട് ക്രെഡിറ്റ് അസോസിയേഷൻസ് വിത്ത് പ്രൊവൈഡഡ് ബൈ ദോസ് ഹു ആർ വെൽ ഓഫ്. അതായത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക്, സാമ്പത്തിക വരുമാനമില്ലാത്തവർക്ക്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഷൂ ബിസിനസ്സോ ആർട്ടിസാൻസോ അഗ്രികൾച്ചറോ അങ്ങനെയുള്ള ബിസിനസ് നടത്താൻ കഴിയാത്തവർക്കൊക്കെ വേണ്ടി ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ക്രെഡിറ്റ് കൊടുക്കുന്നതിന് വേണ്ടി അസോസിയേഷൻ കൊണ്ടുവന്നു 1850. 1852 1852 ഷൂൾസ് ഫൗണ്ട് സൊസൈറ്റി അറ്റ് ഡൽഹി ഓൺ ദി ബേസ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൽ. ഷൂൾസ് എന്ത് ചെയ്തു? 1852 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വെച്ചുകൊണ്ട് ജർമ്മനിയിൽ ഒരു സൊസൈറ്റി ആരംഭിച്ചു. ദ ക്യാപിറ്റൽ റിക്വയർഡ് ഫോർ ദി സൊസൈറ്റി ഒബ്റ്റെയിൻ ത്രൂ സെയിൽ ഓഫ് ഷെയർസ്. അപ്പം ഇങ്ങനെ ഒരു സൊസൈറ്റി ആരംഭിക്കാൻ പണം വേണം, ഷെയർ ക്യാപിറ്റൽ വേണം. അതിന് അദ്ദേഹം എന്ത് ചെയ്തു? ഷെയർ വിറ്റ് പൈസ കണ്ടെത്താനായിട്ട് തീരുമാനിച്ചു, അതിന് ആരംഭം കുറിച്ചു എന്നുള്ളതാണ്. അങ്ങനെ അയാൾ ബിസിനസ് ആരംഭിച്ചു. 1856 അദ്ദേഹം ബുക്ക് പബ്ലിഷ് ചെയ്തു, കണ്ടെയ്ൻ ദ പ്രിൻസിപ്പിൾ ഓഫ് ബാങ്കിങ്. അതായത് 1856 അദ്ദേഹം ബുക്ക് പബ്ലിഷ് ചെയ്തു. അതിൽ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പിൾസ് അടങ്ങിയ ഒരു ബുക്കായിരുന്നു. ദ നമ്പർ ഓഫ് ബാങ്ക് സ്റ്റാർട്ടഡ് റാപ്പിഡ്ലി ഇൻക്രീസ്. അദ്ദേഹം എന്ത് ചെയ്തു? ഒരുപാട് ബാങ്കുകൾ ആരംഭിച്ചു. ബാങ്കുകളൊക്കെ വലിയ രീതിയിൽ വളർച്ച ഉണ്ടാക്കി. ആ ബാങ്കുകളെ പിന്നീട് ജനങ്ങൾ വിളിച്ച പേര് പീപ്പിൾസ് ബാങ്ക് എന്നായിരുന്നു. അപ്പോൾ പീപ്പിൾസ് ബാങ്ക് എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവന്നത് നമുക്ക് ഷൂൾസ് എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ന് കണക്ക് കൂട്ടാം. അദ്ദേഹം 1859 1859 അദ്ദേഹം ബാങ്കുകളുടെ ഒരു കോൺഗ്രസ് ഓർഗനൈസ് ചെയ്തു. ഹി ഓർഗനൈസ്ഡ് എ കോൺഗ്രസ് ഓഫ് ദിസ് ബാങ്ക് ഓർഗനൈസ്ഡ്, സെറ്റപ്പ് ജനറൽ യൂണിയൻ ഓഫ് ജർമ്മൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. അതിനുശേഷം അദ്ദേഹം ജനറൽ യൂണിയൻ ഓഫ് ജർമ്മൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആരംഭിച്ചു എന്ന് പറയാം. അൺടിൽ ഹിസ് ഡെത്ത് 1883 ഹി വാസ് എ ഡയറക്ടർ. അതിൻ്റെ ഡയറക്ടർ ആയിരിക്കുമ്പോൾ 1883 അദ്ദേഹം മരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. 1889 ഹി പ്രക്വയർഡ് ഫ്രണ്ട് കോപ്പറേറ്റീവ് ലോ വിത്ത് ഫ്രം റഷ്യ ആൻഡ് ഹാഡ് മെയ്ഡ് അപ്ലിക്കബിൾ ടു ദി ഹോൾ കൺട്രി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസിനോട് അനുബന്ധമായി റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അഡോപ്റ്റ് ചെയ്യുകയും ആ പ്രിൻസിപ്പിൾസ് ജർമ്മനി എന്ന് പറയുന്ന രാജ്യങ്ങളിൽ മുഴുവനായിട്ട് വ്യാപിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത്, അക്കോർഡിംഗ് ടു ദിസ് ലോ ഓൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ടു ബി ഓർഗനൈസ്ഡ് വിത്ത് ലിമിറ്റഡ് ലാബിലിറ്റി. ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജർമ്മനിയിലുള്ള എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളും ലിമിറ്റഡ് ലാബിലിറ്റി ആയിട്ടാണ് പ്രവർത്തിച്ചത്. എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് ആ മെമ്പർഷിപ്പിൻ്റെ പൈസ മാത്രം കൊടുത്താൽ മതി എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ലക്ഷ്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബാധ്യത എന്ന് പറയുന്നത് അവരെടുക്കുന്ന മെമ്പർഷിപ്പ് മാത്രമായിരിക്കും, അല്ലാതെ ഒരു ബാധ്യതയും അവർക്കുണ്ടാവുകയില്ല എന്നുള്ളതാണ് ലക്ഷ്യം. ഫൈക്കോ അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കുന്ന സബ്ജക്റ്റ് ഓഡിറ്റിംഗ് ആണ്. ഓഡിറ്റിങ്ങിൽ നമുക്ക് ആദ്യമായിട്ട് നോക്കേണ്ടത് ഗുഡ്സ് സോൾഡ് ഓൺ സെയിൽ ഓർ റിട്ടേൺ ബേസിസ് ഓർ സെയിൽ ഓൺ അപ്രൂവൽ എന്നുള്ളതാണ് ആദ്യമായിട്ട് നോക്കേണ്ടത്. നമ്മൾ സാധാരണ ഗുഡ്സ് വിൽക്കുമ്പോൾ അതിനെ സെയിൽ എന്നും, ആ ഗുഡ്സ് കടമായിട്ട് വിൽക്കുമ്പോൾ ക്രെഡിറ്റ് സെയിൽ എന്നും, ക്യാഷിന് വിൽക്കുമ്പോൾ ക്യാഷ് സെയിൽ എന്നും, തിരിച്ചു വരുന്നതിനൊക്കെ സെയിൽസ് റിട്ടേൺ എന്നും വിളിക്കും. സാധാരണ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ക്യാഷ് സെയിലിന് ഒരിക്കലും റിട്ടേൺ ഉണ്ടാകില്ല, ക്രെഡിറ്റ് സെയിലിനാണ് കൂടുതൽ റിട്ടേൺ ഉണ്ടാവുക എന്നുള്ളത്. അതേപോലെ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് എന്നുള്ളതാണ്. ഈ ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്നതിനനുസരിച്ച് നമ്മൾ ഗുഡ്സ് എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കുക. അതാണ് കൺസൈൻമെൻറ്റ്. അപ്പോൾ അവിടെ ചെയ്യേണ്ടത് എന്താ? സാധാരണ രീതിയിൽ കൺസൈൻമെൻറ്റ് ഔട്ട്വേർഡ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യണം. കൺസൈൻമെൻറ്റ് ഔട്ട്വേർഡ് ലെഡ്ജർ നിർബന്ധമായിട്ട് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇനി എന്താണ് ജേണൽ പ്രോപ്പർ? സാധാരണ രീതിയിൽ നമ്മൾ സാധാരണ ജേണൽ പ്രോപ്പറിൽ റെക്കോർഡ് ചെയ്യുന്ന ട്രാൻസാക്ഷനുകൾ എന്തൊക്കെയാണ്? ഒന്ന് ഓപ്പണിംഗ് എൻട്രീസ്. എല്ലാത്തിൻ്റെയും ഓപ്പണിംഗ് എൻട്രീസ് റെക്കോർഡ് ചെയ്യുന്നത് ജേണൽ പ്രോപ്പറിലായിരിക്കും എന്നുള്ളതാണ്. അതേപോലെ ക്ലോസിംഗ് എൻട്രീസ് അത് റെക്കോർഡ് ചെയ്യുന്നതും ജേണൽ പ്രോപ്പറിലായിരിക്കും. എൻട്രീസ് ഫോർ ദി ഇഷ്യൂ ആൻഡ് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്.
നമ്മൾ ഷെയറിൻ്റെ അലോട്ട്മെൻറ്റും ഡിബഞ്ചറിൻ്റെ അലോട്ട്മെൻറ്റും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഇഷ്യൂസും ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത് ജേണൽ പ്രോപ്പറിലാണ്. എൻട്രീസ് ഫോർ ദി ഫോർഫീച്ചർ ആൻഡ് റീഇഷ്യൂ ഓഫ് ഷെയർസ്, അതേപോലെ ഫോർഫീച്ചർ ഓഫ് ഷെയർസും റീഇഷ്യൂ ഓഫ് ഷെയർസും നടത്തുന്നത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ജേണൽ പ്രോപ്പറിലാണ്. എൻട്രീസ് ഫോർ ഫോർഫീച്ചറിൻ്റെ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് എന്നുള്ള വാചകം, അത് നടത്തുന്നത്. അതേപോലെ ഔട്ട് സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, അക്രൂവ്ഡ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, ഡിപ്രീസിയേഷൻ തുടങ്ങിയ അനുബന്ധമായ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്നത് ജേണൽ പ്രോപ്പറിലായിരിക്കും. എൻട്രീസ് ഫോർ അക്യൂസിഷൻ ഓഫ് ലാബിലിറ്റീസ്, ടേക്ക് ഓവർ ഫ്രം ദി വെൻഡേഴ്സ്, അതേപോലെ വെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ലാബിലിറ്റി അക്വയർ ചെയ്യുന്നത് റെക്കോർഡ് ചെയ്യുന്നത് ജേണൽ പ്രോപ്പറിലാണ്. അക്യൂസിഷൻ ഓഫ് അസറ്റ് ടേക്കൺ ഓവർ ഫ്രം ദി വെൻഡർ, അത് റെക്കോർഡ് ചെയ്യുന്നത്, അതായത് അസറ്റ് അക്വയർ ചെയ്യുക. പിന്നെ പറയുന്നത് സെയിൽസ് റിട്ടേൺ, കൺസൈൻമെൻറ്റ്, ജോയിൻറ്റ് വെഞ്ചർ, മേക്കിംഗ് കോൾസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ അലോട്ട്മെൻറ്റ് കഴിഞ്ഞ ഫസ്റ്റ് കോള്, സെക്കൻഡ് കോള്, തേർഡ് കോൾ എന്നൊക്കെ പറഞ്ഞ് വിളിക്കില്ലേ, ആ കോൾസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത് ജേണൽ പ്രോപ്പറിലായിരിക്കും. അപ്പോൾ ജേണൽ പ്രോപ്പറിൽ ഫ്രോഡ് ഇല്ലാതെ, അതുമാതിരി എറർ ഇല്ലാതെ, മിസ്റ്റേക്ക് ഇല്ലാതെ എല്ലാം പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യുന്നു എന്ന് പരിശോധിക്കേണ്ടത് ഒരു ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ്. അതേപോലെ അദ്ദേഹം പരിശോധിക്കേണ്ട ഒരു ബുക്കാണ് ഡെറ്റേഴ്സ് ലെഡ്ജർ. നമ്മൾ ഡെറ്റേഴ്സ് ലെഡ്ജറിന് ഓൾസോ പറയുന്ന പേര് സെയിൽസ് ലെഡ്ജർ എന്നാണ്. അതിൽ ഡെറ്റേഴ്സ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നോക്കേണ്ടത് സെയിൽസ് ജേണൽ പരിശോധിക്കണം, ജേണലിൽ പ്രോപ്പറായിട്ട് സെയിൽ കൊടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അതേപോലെ സെയിൽസ് റിട്ടേൺ ബുക്ക് പരിശോധിക്കണം, ക്യാഷ് ബുക്ക് പരിശോധിക്കണം, ബിൽസ് റിസീവബിൾ ബുക്ക് പരിശോധിക്കണം, പിന്നെ മറ്റു ജേണലുകളൊക്കെ അയാൾ പരിശോധിക്കണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അനുബന്ധമായ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടത് ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ്. പ്രത്യേകിച്ച് നമുക്ക് പരിശോധിക്കുമ്പോൾ എന്താണ് ക്രെഡിറ്റ് സെയിൽ, എത്ര റിട്ടേൺ വന്നു, ബാലൻസ് എത്ര നമുക്ക് കിട്ടാനുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ സാധിക്കും. അതേപോലെ ക്രെഡിറ്റേഴ്സ് ലെഡ്ജറിനെ നമ്മൾ പറയുന്നത് പർച്ചേസ് ലെഡ്ജർ എന്നാണ്. ബോട്ട് ലെഡ്ജർ കണ്ടെയ്ൻ, ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ അടങ്ങിയിരിക്കണം? പർച്ചേസ് രജിസ്റ്റർ പരിശോധിക്കണം, ക്യാഷ് ബുക്ക് പരിശോധിക്കണം, അതേപോലെ അദ്ദേഹം ശ്രദ്ധിക്കേണ്ടത് പർച്ചേസ് റിട്ടേൺ ബുക്ക് പരിശോധിക്കണം, ബിൽസ് പേയബിൾ ബുക്ക് പരിശോധിക്കണം. ഇതുമായി അനുബന്ധമായിട്ട് വരുന്ന എല്ലാ ജേണലുകളും പ്രോപ്പറായിട്ട് പരിശോധിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയിൽ വരും എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം. നമ്മൾ നോക്കേണ്ടത് ഔട്ട് സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, അധികമായിട്ട് വരുന്ന ചെലവിനെ പറയുന്ന പേരാണ് ഔട്ട് സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. സാധാരണ ഔട്ട് സ്റ്റാൻഡിങ് എക്സ്പെൻസ് വേജസിനോട് വരാറുണ്ട്, സാലറിയോട് വരാറുണ്ട്, അതേപോലെ എന്ത് പറയാറുണ്ട്, മറ്റു അനുബന്ധമായ ഐറ്റങ്ങളോടൊപ്പം ചേർന്ന് വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ് അത് പ്രോപ്പറായിട്ട് പരിശോധിക്കുക എന്നുള്ളത്. അതായത് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ഔട്ട് സ്റ്റാൻഡിങ് എക്സ്പെൻസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ എമൗണ്ട് കറക്റ്റാണോ, അതിലിരിക്കുന്ന ഫിഗർ കറക്റ്റാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓഡിറ്റർ പരിശോധിക്കേണ്ടി വരും. ഇനി ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഏതെങ്കിലും കാരണവശാൽ നമ്മൾ ഇൻകം അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്യുക, മുൻകൂട്ടി ഇൻകം റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഇത് അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യണം. ഞാൻ ഔട്ട് സ്റ്റാൻഡിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വാചകം കൂടി പറയാം. ഔട്ട് സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഫൈനൽ അക്കൗണ്ടിൽ എവിടെ വരിക? ഫൈനൽ അക്കൗണ്ടിങ്ങിൽ വേജസുമായി ബന്ധപ്പെട്ടാണ് വരുന്നതെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വേജസിനോട് ആഡ് ചെയ്തിട്ടുണ്ടാവും. നേരെ മറിച്ച് സാലറിയുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ സാലറിയോട് ആഡ് ചെയ്തിട്ടുണ്ടാകും. അതേപോലെ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഏതെങ്കിലും കാരണവശാൽ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഇൻകം റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ പ്രോപ്പറായിട്ട് എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കണം. എപ്പോഴും ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് വരിക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ എവിടെയായിരിക്കും? ക്രെഡിറ്റ് സൈഡിലും ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിലും ആയിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അഡ്ജസ്റ്റ്മെൻറ്റിൽ വരുന്ന എല്ലാ ഐറ്റംസും നമ്മൾ രണ്ട് ഭാഗമായിട്ട് എഴുതണം. നേരെ മറിച്ച് ട്രയൽ ബാലൻസിനകത്ത് വരുന്ന ഐറ്റം ആണെങ്കിൽ ഒറ്റ പ്രാവശ്യമായിട്ട് എഴുതിയാൽ മതിയാകും എന്നുള്ളതാണ്. അതേപോലെ പ്രീപെയ്ഡ് എക്സ്പെൻസ് വരികയാണെങ്കിൽ സാധാരണ രീതിയിൽ നമുക്ക് വരിക ഇപ്പോൾ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ഇൻഷുറൻസ് പ്രീമിയത്തിൻ്റെ പ്രീപെയ്ഡൊക്കെയാണ് വരിക. അങ്ങനെ വരികയാണെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ പ്രോപ്പറായിട്ട് കറക്റ്റ് എമൗണ്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ അങ്ങനെ ഒരു ഐറ്റം കൊടുത്തിട്ടുണ്ടോ എന്നുകൂടി ഓഡിറ്റർ പരിശോധിക്കേണ്ടതാണ്. അതേപോലെ അക്രൂവ്ഡ്
അക്രൂവ്ഡ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഇൻകം നമ്മൾ പ്രോപ്പറായിട്ട് ഈ കറണ്ട് ഇയർ റിസീവ് ചെയ്തിട്ടില്ല, പക്ഷേ ഇൻകം നമുക്ക് വരികയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് അക്രൂവ്ഡ് ഇൻകം എന്നുള്ളത്. അങ്ങനെ അക്രൂവ്ഡ് ഇൻകം എന്ന് കഴിഞ്ഞാൽ ഇൻകം ആയതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലുമാണ് വരിക. അത് പ്രോപ്പറായിട്ട് പരിശോധിക്കേണ്ടത് ഒരു ഓഡിറ്ററുടെ ഡ്യൂട്ടി ആയിരിക്കും. അതേപോലെ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, അതായത് ഇറ്റ് ഈസ് എ നോൺ റിക്കറിങ് എക്സ്പെൻഡിച്ചർ ദാറ്റ് ബെനിഫിറ്റ് ഓഫ് വിച്ച് ഈസ് ഡിറൈവ്ഡ് ഫ്രം നമ്പർ ഓഫ് ഫ്യൂച്ചർ ഇയേഴ്സ്. അതിൻ്റെ ബെനിഫിറ്റ് നമ്മൾ ഭാവിയിൽ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് കിട്ടുക. അങ്ങനെയുള്ള എക്സ്പെൻഡിച്ചറിനെ പറയുന്ന പേരാണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അങ്ങനെയുള്ളതൊക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലും ബാലൻസ് ഷീറ്റിൻ്റെ ഏത് സൈഡിലും കാണിക്കണം, അസറ്റ് സൈഡിലും കാണിക്കണം. അപ്പോൾ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന ഐറ്റം വന്നാൽ ഓഡിറ്റർ പരിശോധിക്കേണ്ടത് ആ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ പ്രോപ്പറായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ടോ, ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. അതേപോലെ കണ്ടീജൻറ്റ് ലാബിലിറ്റി, നമുക്ക് എന്തെങ്കിലും ഒരു ഫ്യൂച്ചർ ഈവൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഫ്യൂച്ചർ ഈവൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ലാബിലിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് കണ്ടീജൻറ്റ് ലാബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ടീജൻറ്റ് ലാബിലിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ലീഗൽ ആക്ഷൻ എഗെയിൻസ്റ്റ് ദ തേർഡ് പാർട്ടി ഫോർ ദി ഇൻഫ്രിഞ്ച്മെൻറ്റ് ഓഫ് ട്രേഡ് മാർക്ക് ഓർ കോപ്പി റൈറ്റ്. നമ്മുടെ ട്രേഡ് മാർക്ക് കോപ്പിറൈറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ലീഗൽ ആക്ഷൻ തേർഡ് പാർട്ടീസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കണ്ടീജൻറ്റ് ലാബിലിറ്റി. അത് പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അതുമാതിരി ക്ലെയിം ഫോർ കോമ്പൻസേഷൻ ഫ്രം തേർഡ് പാർട്ടി ഓൺ പെൻഡിങ് കേസ്, ഏതെങ്കിലും നമുക്ക് പെൻഡിങ് കേസ് ഉണ്ട്, ആ പെൻഡിങ് കേസുമായി ബന്ധപ്പെട്ട് തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് നമുക്ക് എമൗണ്ട് കിട്ടാനുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് കിട്ടുന്നതിനെ പറയുന്ന പേര് ഈ കണ്ടീജൻറ്റ് ലാബിലിറ്റി എന്നാണ്. റീഫണ്ട് ഓഫ് ഓറ്ററി പെയ്ഡ് ഫോർ ഗുഡ്സ് വിച്ച് ആർ സെൻഡ് ഔട്ട്, നമ്മൾ പറയുന്നത് ഏതെങ്കിലും സെൻഡ് ഔട്ട് ഗുഡ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ഓറ്ററി ടാക്സസിനെ പറയുന്ന പേര്. നമ്മളിപ്പോൾ GST ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ, അധികം GST കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടും, റീഫണ്ടാണ്, അതൊരു കണ്ടീജൻ്റ് ആണ്, അത് പ്രോപ്പറായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അതേപോലെ ഓപ്ഷൻ ടു അപ്ലൈ ഷെയർസ് ഇൻ അനദർ കമ്പനി, നമുക്ക് ഒരു കമ്പനിയുടെ ഷെയർ അല്ലാതെ മറ്റൊരു കമ്പനിയുടെ ഷെയർ പ്രോപ്പറായിട്ട് വാങ്ങിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതും കണ്ടീജൻ്റ് അസറ്റാണ്. അപ്പോൾ ഇങ്ങനെ കണ്ടീജൻ്റ് അസറ്റ് വരികയാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് പരിശോധിക്കേണ്ടത് ഒരു ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഫൈനൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കുറേ ഐറ്റംസ് ഞാൻ പറഞ്ഞു. ഇനി വാരിഫിക്കേഷൻ ആൻഡ് വാല്യുവേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്. ഇവിടെ പ്രത്യേകതയുള്ള ഒരു കാര്യമാണെങ്കിൽ ഏതൊരു ബിസിനസ് ആണെങ്കിലും ആ ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ലാബിലിറ്റിയും അസറ്റും വാരിഫൈ ചെയ്യുക. അത് വാരിഫൈ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, വാല്യുവേഷൻ എന്ന് പറയുന്ന വാക്ക് കൂടി നമ്മൾ അതിൽ പ്രോപ്പറായിട്ട് ഉപയോഗിക്കണം. അപ്പോഴാണ് നമുക്കതിൻ്റെ യഥാർത്ഥ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാനായിട്ട് സാധിക്കുള്ളൂ. ഞാൻ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞൊരു വാചകമുണ്ട്, ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് അറിയാൻ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. അതേപോലെ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ അസറ്റും ആൻഡ് ലാബിലിറ്റിയും കൂടിയ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയണമെങ്കിൽ അതിൽ വന്നിരിക്കുന്ന അസറ്റുകൾ വാരിഫൈ ചെയ്യണം. വാരിഫിക്കേഷൻ ഓഫ് അസറ്റ് ആൻഡ് വാല്യുവേഷൻ ഓഫ് അസറ്റ്. നമ്മൾ അസറ്റ് വെറുതെ വാരിഫൈ ചെയ്താൽ മാത്രം പോരാ, ആ അസറ്റുകളൊക്കെ വാല്യുവേഷൻ കൂടി നടത്തേണ്ടി വരും. അതിലൊന്ന് ചെയ്യേണ്ടത് വാരിഫിക്കേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് അസറ്റ്. നിലവിലുള്ള അസറ്റുകളെ നമ്മൾ പ്രോപ്പറായിട്ട് വാരിഫൈ ചെയ്യണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. നിലവിലുള്ള അസറ്റുകളെ നമ്മൾ പ്രോപ്പറായിട്ട് വാരിഫൈ ചെയ്യണം. അതുപോലെ അസറ്റുകളെ വാല്യൂ ചെയ്യണം. അതേപോലെ അതോറിറ്റി ഫോർ ദെയർ അക്യൂസിഡ്, ആ അസറ്റ് മേടിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് പരിശോധിക്കണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. അതിൽ ആദ്യം വരുന്നത് വാരിഫിക്കേഷൻ ഓഫ് ദ പ്രോസസ് ഓഫ് കളക്ടിങ് എവിഡൻസ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ഐറ്റം ഓഫ് അസറ്റ്. ഒരു അസറ്റുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന കാര്യങ്ങൾ ഓഡിറ്റർ പരിശോധിക്കണം. ഇറ്റ് റിയലി അസിസ്റ്റ് ഓൺ ഗിവൺ ഡേറ്റ്. നമ്മുടെ ഫൈനൽ അക്കൗണ്ടിൻ്റെ പീരീഡിൽ ആ ഫിനാൻഷ്യൽ പീരീഡിനകത്ത് ഈ അസറ്റ് ഉണ്ടോ എന്നാണ് ആദ്യമായിട്ട് പരിശോധിക്കേണ്ടത്. ഇല്ലാത്ത അസറ്റൊക്കെ ചിലപ്പോൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഫിസിക്കൽ വാരിഫിക്കേഷൻ നടത്തി അങ്ങനെ ഒരു അസറ്റ് ഉണ്ടോ എന്ന് ഓഡിറ്റർ പരിശോധിക്കണം. ഇറ്റ് ഈസ് ഓൺ ബൈ ബിസിനസ് കൺസേൺ. ഈ കമ്പനിയുടെ ഈ ബിസിനസ്സിൻ്റെ ഓണർഷിപ്പിൽ തന്നെയാണോ ആ അസറ്റ് ഉള്ളത് എന്ന് കൂടി പരിശോധിക്കണം.
ഇറ്റ് ഈസ് അക്വയർഡ് ഫോർ ദി ബിസിനസ്. അതിനേക്കാളുപരി ബിസിനസ്സിൻ്റെ പർപ്പസിന് വേണ്ടി, ബിസിനസ്സിൻ്റെ ഉപയോഗത്തിന് വേണ്ടിയാണോ ഈ അസറ്റ് വാങ്ങിയത് എന്ന് പരിശോധിക്കണം. ഇറ്റ് ഈസ് റെക്കോർഡഡ്, ക്ലാസിഫൈഡ് ആൻഡ് പ്രസൻറ്റഡ് അക്കോർഡിംഗ് ടു അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പൾ. അക്കൗണ്ടിങ്ങിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്താണോ അത് പ്രകാരമാണോ അത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്, ക്ലാസിഫൈ ചെയ്തത്. ക്ലാസിഫൈ ചെയ്തത് എങ്ങനെയാണ്? ഫിക്സഡ് അസറ്റ്, ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്, കറണ്ട് അസറ്റ്, അങ്ങനെ പലതരത്തിലും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടോ. അങ്ങനെ ക്ലാസിഫൈ ചെയ്ത് പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ഇറ്റ്സ് വാല്യുവേഷൻ ഈസ് അപ്രോപ്രിയേറ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പോളിസി. കമ്പനിയുടെ റൂൾസ് റെഗുലേഷൻ പോളിസി എന്താണോ അതിനനുസരിച്ചാണോ വാല്യൂ ചെയ്തത്. സാധാരണ കോസ്റ്റ് പ്രൈസിൽ നിന്ന് ഡിപ്രീസിയേഷനൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ അസറ്റുകൾ വാല്യൂ ചെയ്യാറ്. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് വാരിഫിക്കേഷൻ. ഒരു ഓഡിറ്റർ വാരിഫിക്കേഷൻ നടത്തുന്നത് താഴെ പറയുന്ന ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, എക്സിസ്റ്റൻസ്, ആ അസറ്റ് ഇന്ന് സ്ഥാപനത്തിലുണ്ടോ. ഓണർഷിപ്പ്, ആരാണ് ഓണർ. വാല്യുവേഷൻ ആൻഡ് പ്രോപ്പർ ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ വാല്യുവേഷൻ നടത്തിയിട്ടുണ്ടോ, പ്രോപ്പർ ഡിസ്ക്ലോഷർ ഇൻ ദ ബാലൻസ് ഷീറ്റ്, ബാലൻസ് ഷീറ്റിൽ അത് പ്രോപ്പറായിട്ട് കാണിച്ചിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം ആദ്യമായിട്ട് പരിശോധിക്കേണ്ടത്. അപ്പോൾ താഴെ പറയുന്ന കാര്യങ്ങളാണ് ഒരു വാരിഫിക്കേഷന് വേണ്ടി ഓഡിറ്റർ പരിശോധിക്കേണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റായിട്ട് നമുക്ക് കണക്ക് കൂട്ടേണ്ടത്. ഒന്നാമത്തെ, എന്തൊക്കെ കാര്യങ്ങളാണ് ഓഡിറ്റർ പരിശോധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കണം. ഓഡിറ്റർ വാരിഫിക്കേഷൻ നടത്തുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ, വാരിഫൈ ഓണർഷിപ്പ് ആൻഡ് ടൈറ്റിൽ. വാരിഫൈ ഓണർഷിപ്പ് ആൻഡ് ടൈറ്റിൽ, അതായത് ഈ പറയുന്ന അസറ്റിൻ്റെ ഓണർ ആരാണ്, ഈ കമ്പനി തന്നെയാണോ, ഈ കമ്പനിയുടെ പേരിലാണോ അതിൻ്റെ ടൈറ്റിൽ ഡീഡ്. ടൈറ്റിൽ ഡീഡ് എന്ന് വെച്ചാൽ അതിൻ്റെ ഡോക്യുമെൻ്റ്, എഗ്രിമെൻ്റ്, സപ്പോർട്ടിങ് എവിഡൻസ് ഒക്കെ ഈ കമ്പനിയുടെ പേരിലാണോ എന്ന് അദ്ദേഹം വാരിഫൈ ചെയ്യണം. ഇനി രണ്ടാമതായി അദ്ദേഹം ചെയ്യേണ്ടത് പൊസിഷൻ ഓഫ് ദി അസറ്റ് ആണ്. പൊസിഷൻ ഓഫ് ദി അസറ്റ്. ഈ പൊസിഷൻ ഓഫ് ദി അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേച്ചർ ഓഫ് അസറ്റ്. എന്താണ് അസറ്റിൻ്റെ സ്വഭാവം. ദാറ്റ് മീൻസ് അത് അസറ്റ് ആർ ഫ്രീ സബ്ജക്റ്റ് ടു എൻകംബറൻസസ് ഓർ ചാർജ് ഇൻ ലീവ് ഓഫ് ഫേവർ ഓഫ് തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അസറ്റിൻ്റെ മേലെ മൂന്നാമതൊരു പാർട്ടിക്കോ എന്തെങ്കിലും ബാധ്യതയോ പ്ലഡ്ജോ മറ്റു കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ അസറ്റ് ഫ്രീ ആയിട്ട് ബിസിനസ്സിൽ ഉപയോഗിക്കുന്നതാണോ എന്ന് കൂടി അദ്ദേഹം പരിശോധിക്കണം. കാരണം ബിസിനസ്സിൻ്റെ ഓണർഷിപ്പിലുള്ള ബിസിനസ് പൈസ കൊടുത്ത് വാങ്ങിയ അസറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ബിസിനസ്സിൻ്റെ കെയർ ഓഫിൽ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇനി സർട്ടിഫൈ ട്രൂ ആൻഡ് ഫെയർ വ്യൂ. പിന്നെ അദ്ദേഹം ശ്രദ്ധിക്കേണ്ടത് സർട്ടിഫൈ ട്രൂ ആൻഡ് ഫെയർ വ്യൂ. സർട്ടിഫൈ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഒരു ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ്. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് പ്രോപ്പറായിട്ട് ഈ അസറ്റുകളൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ്, ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ് എന്നൊക്കെ പറഞ്ഞ് വ്യക്തമായിട്ട് തരംതിരിച്ച് കാണിച്ചിട്ടുണ്ടോ, കാണിച്ചിരിക്കുന്ന എമൗണ്ട് കറക്റ്റാണോ എന്ന് പരിശോധിക്കണം. പിന്നെ പറയുന്നത് എക്സിസ്റ്റൻസ്, നിലവിലുള്ള അസറ്റ് ആണോ അവിടെ ഉള്ളത് എന്ന് പരിശോധിക്കണം. നിലവിലുള്ള അസറ്റ് എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ഡിസ്ട്രോയ് ആയ, അല്ലെങ്കിൽ നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ നമുക്ക് പറയേണ്ടത് വിറ്റ അസറ്റുകൾ ഒന്നും റെക്കോർഡിൽ കാണിക്കാൻ പാടില്ല. വിറ്റാണെങ്കിൽ സെയിൽസ് ആണ്. നഷ്ടമുണ്ടായാൽ അതിനനുബന്ധമായ എല്ലാ അസറ്റുകളും അദ്ദേഹം പ്രോപ്പറായിട്ട് പരിശോധിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു ഓഡിറ്റർ നേരിട്ട് കമ്പനിയിൽ പോയി ഫിസിക്കൽ വാരിഫിക്കേഷൻ നടത്തി റിയൽ അസറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം എന്ന് അർത്ഥം. പിന്നെ പറയേണ്ടത് ഡിഫക്റ്റ് ഓഫ് ഫ്രോഡ് ആൻഡ് എറേഴ്സ്. ഈ അസറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഫ്രോഡോ എററോ നടന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടത് ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ്. സാധാരണ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എന്തുണ്ടാകും? ഫ്രോഡ് ഉണ്ടാകും, മിസ്യൂസ് ഓഫ് അസറ്റ് ഉണ്ടാകും, അതേപോലെ ചില അസറ്റുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാകില്ല, ചില അസറ്റുകളുടെ വാല്യുവേഷൻ കറക്റ്റ് ആകില്ല, അതേപോലെ ഡിപ്രീസിയേഷൻ കറക്റ്റ് ആവില്ല. ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓഡിറ്റർ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? ഡിറ്റക്റ്റ് ചെയ്യണം. ഫ്രോഡ് ആണെങ്കിലും എറർ ആണെങ്കിലും ഡിറ്റക്റ്റ് ചെയ്യണം. പിന്നെ പറയേണ്ടത് ചെക്ക് അരത്തമെറ്റിക്കൽ ആക്യുറസി. അരത്തമെറ്റിക്കൽ
ആക്യുറസി, അതായത് അതിൽ കൊടുത്തിരിക്കുന്ന ഫിഗറുകൾ കറക്റ്റാണോ. നമ്മൾ അസറ്റിൻ്റെ വാല്യുവേഷന് അതിൽ കൊടുത്തിരിക്കുന്ന ഫിഗറുകൾ കറക്റ്റാണോ, ആ ഫിഗറുകളെ പറയുന്ന പേരാണ് അരിത്തമെറ്റിക്കൽ ആക്യുറസി എന്നുള്ളത്. അപ്പോൾ അരിത്തമെറ്റിക്കൽ ആക്യുറസി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാൽക്കുലേഷൻ, ഡിപ്രീസിയേഷൻ, എമൗണ്ട് ഒക്കെ കറക്റ്റ് ആണോ എന്ന് പരിശോധിക്കേണ്ടത് ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ്. The auditor can obtain information of third parties like debtors and loan from directors, loan from subsidiaries. അപ്പോൾ ഓഡിറ്റർക്ക് ഇതിനനുബന്ധമായ എല്ലാ കാര്യങ്ങളും വിളിച്ചു ചോദിക്കാനും അതേപോലെ വിശദീകരണം ചോദിക്കാനും ഒക്കെ ഉള്ള അധികാരമുണ്ടായിരിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. ഇനി നമുക്ക് പറയേണ്ടത് ഡിപ്രീസിയേഷൻ പോളിസി. ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഡിപ്രീസിയേഷൻ എന്താണ്? നമ്മൾ ഡിപ്രീസിയേഷൻ ഒരുപാട് മെത്തേഡുകൾ പഠിച്ചിട്ടുണ്ട്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്, അത് കോസ്റ്റ് പ്രൈസിനെയാണ് കണക്ക് കൂട്ടാറ്. അപ്പോൾ ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഏത് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്, ഡിപ്രീസിയേഷൻ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ടോ എന്നീ കാര്യങ്ങളൊക്കെ പരിശോധിക്കണം. അപ്പോൾ ഏഴാമത്തെ കൺസെപ്റ്റ് വരുന്നത് ഡിപ്രീസിയേഷൻ പോളിസിയാണ്. ഡിപ്രീസിയേഷനുമായി അനുബന്ധമായ കാര്യങ്ങളൊക്കെ പരിശോധിക്കണം. എട്ടാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താ? സാധാരണ രീതിയിൽ വാല്യുവേഷൻ ഓഫ് അസറ്റ്. ഈ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്ന അസറ്റ് പ്രോപ്പറായിട്ട് വാല്യൂ ചെയ്യണം. വാല്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു അസറ്റ് വാങ്ങിയ അന്ന് മുതൽ അതിൽ വിൽപ്പനയോ ഒഴിവാക്കലോ ഉണ്ടെങ്കിൽ അത് കഴിച്ച് ബാക്കിയുള്ള അസറ്റിൻ്റെ വാല്യൂ, ഡിപ്രീസിയേഷനൊക്കെ കഴിച്ച് ഈ ബാലൻസ് ഷീറ്റിൻ്റെ പീരീഡ് എത്ര ആണ് അസറ്റിൻ്റെ വാല്യൂ എന്നുള്ളത് പ്രോപ്പറായിട്ട് നമ്മൾ പരിശോധിക്കപ്പെടണം എന്നുള്ളതാണ്. അതേപോലെ വാല്യുവേഷൻ ഓഫ് ലാബിലിറ്റി, അതേപോലെ ഒരു ബാലൻസ് ഷീറ്റുമായി ബന്ധപ്പെട്ട ലാബിലിറ്റികളൊക്കെ പ്രോപ്പറായിട്ട് വാല്യൂ ചെയ്യേണ്ടത് ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ്. യഥാർത്ഥ ലാബിലിറ്റി ഐറ്റംസ് ആണോ ബാലൻസ് ഷീറ്റിൽ കാണിച്ചത് എന്ന് അദ്ദേഹം പരിശോധിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. ഇനി എന്താണ് ടെക്നിക്സ് ഓഫ് വെരിഫിക്കേഷൻ? നമ്മളൊരു ഓഡിറ്റർ എന്ന് പറയുന്ന വ്യക്തിക്ക് ആ ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ്, എന്ത് ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അസറ്റിൻ്റെ ലാബിലിറ്റിയുടെ ഒക്കെ വാല്യുവേഷൻ, യഥാർത്ഥ റിയൽ വാല്യൂ കണ്ടെത്താൻ, അല്ലെങ്കിൽ ആ വർക്കിൻ്റെ പെർഫോമൻസ്, അസറ്റിൻ്റെ ഒക്കെ കണ്ടെത്താൻ എങ്ങനെ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിന് ചില ടിപ്പുകൾ അവർ ഉപയോഗിക്കുന്നുണ്ട്, ടെക്നിക്സ്. ഒന്ന് പേഴ്സണൽ ഇൻസ്പെക്ഷൻ. പേഴ്സണൽ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പേഴ്സണൽ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഡിറ്ററോ അയാളുടെ സ്റ്റാഫോ നേരിട്ട് പോയി ബിസിനസ്സുമായി ബന്ധപ്പെട്ട അസറ്റ്, ലാബിലിറ്റി, അതേപോലെ അതിൻ്റെ അനുബന്ധമായ ഡോക്യുമെൻറ്റുകൾ, അതേപോലെ പൊസിഷൻ സർട്ടിഫിക്കറ്റ്, എഗ്രിമെൻറ്റുകൾ, ലീസ് എഗ്രിമെൻറ്റുകൾ, അനുബന്ധമായ എല്ലാ കാര്യങ്ങളും പരിശോധിക്കേണ്ടത് ഒരു ഓഡിറ്ററുടെ ഡ്യൂട്ടി ആയിരിക്കും എന്നുള്ളതാണ് ആദ്യത്തെ. രണ്ട്, ഡിസ്ക്ലോസർ ഇൻ ദ ബാലൻസ് ഷീറ്റ്. ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഏതൊക്കെ കാര്യങ്ങളാണ്? അതായത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട അസറ്റും ലാബിലിറ്റിയും പ്രോപ്പറായിട്ട് ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ഓഡിറ്ററുടെ ഡ്യൂട്ടിയിൽ പെടും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അടുത്തൊരു കൺസെപ്റ്റ്. പിന്നെ പറയേണ്ടത് അസറ്റ് അണ്ടർ സേഫ് കസ്റ്റഡി. പിന്നെ പറയുന്നത് ഈ അസറ്റുകളൊക്കെ സ്ഥാപനത്തിൻ്റെ അണ്ടറിലാണോ, അണ്ടർ സേഫ് കസ്റ്റഡി ആണോ എന്ന് പരിശോധിക്കണം. അണ്ടർ സേഫ് കസ്റ്റഡി എന്ന് പരിശോധിക്കണം. എങ്ങനെയാണ്? അതായത് ക്യാഷ് ബാലൻസ് കറക്റ്റാണോ, ഇൻവെൻട്രി ബാലൻസ് കറക്റ്റാണോ, അത് നമ്മൾ ഫിസിക്കൽ വെരിഫിക്കേഷനിലൂടെ, ചെക്കിങ്ങിലൂടെ, കൗണ്ടിങ്ങിലൂടെ യഥാർത്ഥ അസറ്റിൻ്റെ കസ്റ്റഡി നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതേപോലെ വാല്യുവേഷൻ ടെക്നിക്സ്. ഈ അസറ്റും ലാബിലിറ്റീസിനും ഉപയോഗിച്ചിരിക്കുന്ന വാല്യുവേഷൻ ടെക്നിക്സ് നമ്മൾ പരിശോധിക്കണം. എന്തൊക്കെയാണ് വാല്യുവേഷൻ ടെക്നിക്സ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറ്? കോസ്റ്റ് പ്രൈസ് ഉപയോഗിക്കാറുണ്ട്, മാർക്കറ്റ് പ്രൈസ് ഉപയോഗിക്കാറുണ്ട്, ലോവർ കോസ്റ്റ് പ്രൈസ് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സെക്യൂരിറ്റീസ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, ഇൻവെൻട്രീസ് ആണെങ്കിൽ അതിനനുബന്ധമായ വിലകളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് വാല്യുവേഷൻ നടത്തേണ്ടതാണ്. ഇനി പറയേണ്ടത് എക്സ്പേർട്ട് ഒപ്പീനിയൻ. പിന്നെ ഒരു ഓഡിറ്റർക്ക് ചെയ്യാവുന്ന അടുത്തൊരു പ്രത്യേകത എക്സ്പെർട്ടിൻ്റെ ഒപ്പീനിയൻ തേടാം.
അതായത് ഇതിൻ്റെ വാരിഫിക്കേഷനും വേണ്ടി നല്ല നോളേജുള്ള അറിവുള്ള വ്യക്തികളുണ്ടാകും. അതായത് ഈ മേഖലയിൽ കഴിവുള്ള വാല്യുവേഷൻ നടത്താൻ അറിയുന്ന, പ്രോപ്പറായിട്ട് വാല്യൂ ചെയ്യുന്ന വ്യക്തികൾ ഉപയോഗിച്ചുകൊണ്ട് ലാൻഡിൻ്റെ വാല്യുവേഷൻ, ബിൽഡിങ്ങിൻ്റെ വാല്യുവേഷൻ, പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യുവേഷൻ, വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ വാല്യുവേഷൻ, അങ്ങനെ തുടങ്ങിയ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ വാല്യുവേഷനും നടത്താവുന്നതും അഭിപ്രായം ആരായുന്നതും ആകാം. ഇനി പറയുന്നത് ചെക്കിംഗ് അതോറിറ്റി. പിന്നെ വരുന്ന അടുത്ത കൺസെപ്റ്റ് ചെക്കിംഗ് അതോറിറ്റി എന്നുള്ളതാണ്. ഈ ചെക്കിംഗ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? സാധാരണ രീതിയിൽ ഓഡിറ്റർ ചെയ്യേണ്ടത് ഈ പർച്ചേസിംഗ് അതോറിറ്റി, സാധാരണ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റോ, പർച്ചേസിംഗ് അതോറിറ്റി ട്രാൻസ്ഫറിങ്, ഡിസ്പോസിങ്, കീപ്പിംഗ്, സ്റ്റാൻഡ് ബൈ എക്യുപ്മെൻറ്റ്, ഡിസ്കാർഡഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തരംതിരിക്കുന്നത്. അതായത് അസറ്റ് വാങ്ങാനുള്ള അധികാരം ആർക്കാണ്? പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിനാകണോ? ഏത് വിലയ്ക്ക് വാങ്ങുന്നു? അതിൻ്റെ കൊട്ടേഷൻ, അതിനനുബന്ധമായ കാര്യങ്ങളൊക്കെ അയാൾ പരിശോധിക്കണം. പിന്നെ അതേപോലെ എന്തെങ്കിലും കാരണവശാൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറയുക, അല്ലെങ്കിൽ അസറ്റ് ഡിസ്പോസ് ചെയ്യാൻ പറയുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഓഡിറ്റർ പരിശോധിക്കണം. ഇനി ആരുടെ കസ്റ്റഡിയിൽ ആണ് ഈ അസറ്റ് എങ്കിൽ അദ്ദേഹം അത് പരിശോധിക്കണം. അതേപോലെ എന്തെങ്കിലും കാരണവശാൽ അസറ്റ് ഡിസ്കാർഡഡ് ഉണ്ടെങ്കിൽ അതും പരിശോധിക്കേണ്ടത് ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ 7ാമത്തെ പോയിൻ്റായിട്ട് വരുന്നത് കൺഫർമേഷനാണ്. 7ാമത്തെ പോയിൻ്റായിട്ട് വരുന്നത് കൺഫർമേഷനാണ്. കൺഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ് സാധാരണ രീതിയിൽ ഒരു അസറ്റുമായി ബന്ധപ്പെട്ട് ഡെറ്റേഴ്സിനെയോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനെയോ അല്ലെങ്കിൽ ലോൺ നൽകുന്ന സബ്സിഡിയറീസിനെയൊക്കെ പരിശോധിക്കേണ്ടത് ഒരു ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ വാരിഫിക്കേഷനും വൗച്ചിങ്ങും തമ്മിൽ കാര്യമായിട്ട് വ്യത്യാസമുണ്ട്. വാരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഫിസിക്കൽ വാരിഫിക്കേഷനാണ്. നേരെ മറിച്ച് വൗച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഏതായിരിക്കും? ഡോക്യുമെൻ്ററി എവിഡൻസ് വെച്ചുകൊണ്ട് പ്രോപ്പറായിട്ട് ഒരു വസ്തുവിൻ്റെ വില നമ്മൾ പരിശോധിക്കുന്നതിനെ പ്രോപ്പറായിട്ട് പറയുന്ന പേരാണ് വൗച്ചിങ് എന്നുള്ളത്. അവിടെ വൗച്ചർ വേണം. വൗച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞു, ബില്ലാകാം, റെസീറ്റ് ആകാം, അതുമാതിരി എന്തായിരിക്കാം, സെയിൽസ് മെമ്മോ ആയിരിക്കാം, ഇൻവോയ്സ് ആയിരിക്കാം, ഒക്കെ വൗച്ചറാണ്. ഇനി ഡ്യൂട്ടീസ് റിഗാർഡിംഗ് വാരിഫിക്കേഷൻ. വാരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരു ഓഡിറ്ററുടെ ഡ്യൂട്ടി എന്താണ്? ഒന്ന്, ഹീ ഷുഡ് ചെക്ക് ഓണർഷിപ്പ്. ആദ്യമായിട്ടൊരു ഓഡിറ്റർ ചെയ്യേണ്ടത് ഓണർഷിപ്പും അതേമാതിരി ടൈറ്റിൽ ഓഫ് അസറ്റ് എക്സാമിൻ ബൈ ടൈറ്റിൽ ഡീഡ്. അതായത് ഓണർഷിപ്പ് നോക്കണം, അതേമാതിരി അസറ്റ് വാങ്ങിയപ്പോൾ നമുക്ക് അസറ്റിൻ്റെ ടൈറ്റിൽ ഡീഡ് ഉണ്ടാകും, അത് പരിശോധിക്കേണ്ടത് ഒരു ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ്. അതേമാതിരി അതുമായി ബന്ധപ്പെട്ട അഗ്രിമെൻറ്റുകളൊക്കെ ഓഡിറ്റർ പരിശോധിക്കണം. If the title deed is in a position of third party, confirmation should be obtained. ഇനി മൂന്നാമതൊരു വ്യക്തിയുടെ പേരിലാണ് ടൈറ്റിൽ ഡീഡ് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടത് ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ്. പിന്നെ പറയേണ്ടത് ഓഡിറ്റർ ഷുഡ് എക്സാമിൻ വെദർ അസറ്റ് ആർ സബ്ജക്റ്റ് ടു എനി ചാർജ് ഓർ മോർട്ട്ഗേജ്. ഈ അസറ്റ് എന്തെങ്കിലും പണയപ്പെടുത്തുകയോ അല്ലെങ്കിൽ അസറ്റിന് മേലെ എന്തെങ്കിലും ബാധ്യതയോ മറ്റുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് പരിശോധിക്കേണ്ടത് ഓഡിറ്ററുടെ ഡ്യൂട്ടി ആയിരിക്കും. ഹി ഷുഡ് എൻഷുവർ ദ എക്സിസ്റ്റൻസ് ഓഫ് അസറ്റ് ബൈ ഇൻസ്പെക്ഷൻ ഫിസിക്കൽ വാരിഫിക്കേഷൻ. അയാൾ അസറ്റ് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഫിസിക്കലായിട്ട് വാരിഫൈ ചെയ്യണം. നേരിട്ട് പോയി പരിശോധിച്ച് കറക്റ്റ് ആണോ എന്ന് കണ്ടെത്തേണ്ടത് ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ്. ആൻഡ് ഓൾസോ he should satisfy himself that assets are required for the purpose of business. പിന്നെ ബിസിനസ്സിന് ആവശ്യമുള്ള അസറ്റും ബിസിനസ്സിന് ആവശ്യമില്ലാത്ത അസറ്റും ഒക്കെ ബിസിനസ്സിൽ വാങ്ങിയിട്ടുണ്ടാവും. ആവശ്യമുള്ള അസറ്റ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, ബാക്കി ഡെഡ് അസറ്റ് ആയിട്ടുണ്ടാവും, പക്ഷെ കണക്കിലെ അസറ്റ് കാണിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു ഡെഡ് അസറ്റും ബിസിനസ്സിൽ ഉണ്ടാകാനായിട്ട് പാടില്ല. ബിസിനസ്സിൻ്റെ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന അസറ്റ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അത് പരിശോധിക്കേണ്ടത് ഒരു ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ് എന്നുള്ളതാണ്. അതേപോലെ അദ്ദേഹം ഈ അസറ്റിൻ്റെ എന്താ പറയുക അക്വിസിഷൻ, അസറ്റ് വാങ്ങുന്നത്, അസറ്റ് ഡിസ്പോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അസറ്റ് എന്താ പറയുക വിൽക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട പ്രോപ്പർ കാര്യങ്ങളൊക്കെ പരിശോധിക്കണം എന്നുള്ളതാണ്. പിന്നെ പറയേണ്ടത് അസറ്റിനെ ബാലൻസ് ഷീറ്റിൽ പ്രോപ്പറായിട്ട് ക്ലാസിഫൈ ചെയ്തുകൊണ്ടൊന്ന് പരിശോധിക്കണം. അതായത് ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ്, ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ് എന്നൊക്കെ പറഞ്ഞ് തരം തിരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ്. അതേപോലെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ വ്യക്തമായ അക്കൗണ്ടിങ്ങിൻ്റെ റൂൾസ്, റെഗുലേഷൻസ്, നിയമങ്ങൾ, വ്യവസ്ഥകളൊക്കെ പാലിച്ചിട്ടുണ്ടോ? അതായത് ഹി വിൽ ബി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ്
പോളിസീസ് ഫോർ ദി അപ്ലിക്കേഷൻ ഓർ വാല്യുവേഷൻ ഇൻ കേസ് ഓഫ് അസറ്റ് ആൻഡ് ലാബിലിറ്റീസ് എന്നുള്ളതാണ്. ഹി ഷുഡ് സീ ദാറ്റ് ദർ ആർ നോ അൺറെക്കോർഡ് അസറ്റ് ഇൻ ദ ബിസിനസ്. ഒരു കാരണവശാലും റെക്കോർഡ് ചെയ്യാത്ത ഒരു ബിസിനസ് പോലും, ഒരു അസറ്റ് പോലും ബിസിനസ്സിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് അദ്ദേഹം പരിശോധിക്കണം എന്നുള്ളതാണ്. അതേപോലെ അദ്ദേഹം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റിൽ എല്ലാ ലാബിലിറ്റി ഐറ്റംസും പ്രോപ്പറായി ക്ലാസിഫൈ ചെയ്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ്. അവിടെ റെക്കോർഡ് ചെയ്ത് പരിശോധിക്കേണ്ടത് ഓഡിറ്ററുടെ ഡ്യൂട്ടി എന്നതിനേക്കാൾ ഉപരി അതുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിങ്ങിൻ്റെ പ്രിൻസിപ്പൾസ്, റൂൾസ്, റെഗുലേഷൻ ഒക്കെ അനുസരിച്ചാണോ ഇത് പ്രോപ്പറായിട്ട് അവിടെ റെക്കോർഡ് ചെയ്തത് പരിശോധിക്കേണ്ടത് എന്ന് ഓഡിറ്റർ പരിശോധിക്കേണ്ടി വരും. അപ്പോൾ ഓഡിറ്ററുടെ ഡ്യൂട്ടി എന്താ? നമ്മൾ സാധാരണ രീതിയിൽ ജനറലി അക്കൗണ്ടിങ് ആക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് എല്ലാം റെക്കോർഡ് ചെയ്യുക. അത് പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ, പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടത് ഓഡിറ്ററുടെ ഡ്യൂട്ടി ആയിരിക്കും. ഇനി നമുക്ക് നോക്കേണ്ട അടുത്ത ടോപ്പിക്ക് വാല്യുവേഷൻ ആണ്. വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? വാല്യുവേഷൻ റിഫേഴ്സ് ടു ദി പ്രോസസ് ഓഫ് അസൈനിങ് അപ്രോപ്രിയേറ്റ് വാല്യൂ ടു ദി അസറ്റ് ഓർ ലാബിലിറ്റി ഫോർ ദി പർപ്പസ് ഓഫ് ഡിസ്ക്ലോസിങ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. അതായത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കൊടുത്തിരിക്കുന്ന എല്ലാ അസറ്റുകളുടെയും വില പ്രോപ്പറാണോ, ആ വില റെക്കോർഡ് ചെയ്തത് പ്രോപ്പറാണോ, അതിലെന്തെങ്കിലും എന്താ പറയുക ചേഞ്ചോ വ്യത്യാസങ്ങളോ വ്യതിയാനങ്ങളോ ഉണ്ടോ എന്ന് ഓഡിറ്റർ പരിശോധിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ വാല്യുവേഷനുമായി ബന്ധപ്പെട്ട ഒരു ഓഡിറ്റർക്ക് ഉണ്ടാകാവുന്ന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ദ ഓഡിറ്റർ ഹിംസെൽഫ് ടു സാറ്റിസ്ഫൈ ദ റിപ്പോർട്ട് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. വാല്യുവേഷൻ നടത്തുമ്പോൾ ആ വാല്യുവേഷൻ പ്രകാരം പറഞ്ഞിരിക്കുന്ന ബാലൻസ് ഷീറ്റിനകത്ത് എഴുതിയിരിക്കുന്ന എല്ലാ അസറ്റിൻ്റെയും ലാബിലിറ്റിയുടെയും വില കറക്റ്റാണോ, സത്യസന്ധമാണോ, അത് ആ ബിസിനസ്സിൻ്റെ ട്രൂ ആൻഡ് ഫെയർ വ്യൂ തരുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് വാരിഫിക്കേഷൻ ഓഫ് അസറ്റ് ടു ചെക്ക് ദയർ അസിസ്റ്റൻറ്റ് പൊസിഷൻ ആൻഡ് വാല്യുവേഷൻ. അങ്ങനെ ഒരു അസറ്റ് ബിസിനസ്സിലുണ്ടോ, അതിൻ്റെ പൊസിഷൻ കറക്റ്റാണോ, അതിൻ്റെ വാല്യുവേഷൻ കറക്റ്റാണോ എന്ന് പരിശോധിക്കണം. To comply with the statutory requirement regarding the disclosure of material fat in the balance sheet. ആ ബാലൻസ് ഷീറ്റിൽ കൊടുത്തിരിക്കുന്ന മെറ്റീരിയൽ ഫാറ്റ്സ് കറക്റ്റാണോ എന്ന് പരിശോധിക്കണം. അതേപോലെ ആ അസറ്റിന് ആ ബിസിനസ്സിൽ ബാലൻസ് ഷീറ്റിൽ ഉണ്ടാകുന്ന റിയൽ പൊസിഷൻ എന്താണെന്ന് ഓഡിറ്റർ പരിശോധിക്കണം. ലാസ്റ്റ് ഓഡിറ്റർ പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പിൾസ്, റൂൾസും റെഗുലേഷനും ഒക്കെ പാലിക്കുന്നുണ്ടോ എന്നുകൂടി ഓഡിറ്റർ പരിശോധിക്കേണ്ടതാണ്. ഇനി ജനറൽ കൺസിഡറേഷൻ റിഗാർഡിംഗ് വാല്യുവേഷൻ. ഒരു വാല്യുവേഷൻ നടത്തുമ്പോൾ ജനറലായിട്ട് ഓഡിറ്റർ പരിശോധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, വാല്യുവേഷൻ ഓഫ് ദി അസറ്റ്. അതായത് ഏത് അടിസ്ഥാനത്തിലാണ് അസറ്റ് വാല്യൂ ചെയ്തത്, ഏത് പ്രിൻസിപ്പൽ, ഏത് ബേസിസിലാണ് വാല്യൂ ചെയ്തത് എന്ന് പരിശോധിക്കണം. പിന്നെ പറയേണ്ടത് കോസ്റ്റ് ഓഫ് അസറ്റ് പരിശോധിക്കണം. അതേമാതിരി എക്സ്പെക്റ്റഡ് വർക്കിംഗ് ലൈഫ്, ഏതൊരു അസറ്റ് ആണെങ്കിൽ ആ അസറ്റിന് ഒരു വർക്കിംഗ് ലൈഫ് ഉണ്ടാകും, ആ വർക്കിംഗ് ലൈഫ് ഏതാണെന്ന് പരിശോധിക്കണം. വിയർ ആൻഡ് ടിയർ ഓഫ് ദി അസറ്റ് പരിശോധിക്കണം. അതേപോലെ സ്ക്രാപ്പ് വാല്യൂ പരിശോധിക്കണം. അതേപോലെ ഒബ്സലൻസ് ഓഫ് അസറ്റ് പരിശോധിക്കണം. ഇത്രയും കാര്യങ്ങൾ പരിശോധിക്കേണ്ടത് ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ്. പിന്നെ അതേപോലെ ഇതിൽ പരിശോധിക്കേണ്ട വേറൊരു കാര്യം, ഹി ഷുഡ് ഇൻസ്പെക്ട് ആഡ്യൂക്കേറ്റ് ഡിപ്രീസിയേഷൻ പ്രൊവൈഡഡ് ഓൺ അസറ്റ്. അസറ്റിന് യഥാർത്ഥ ഡിപ്രീസിയേഷൻ ആണോ കൊടുത്തത് എന്ന് ഓഡിറ്റർ പരിശോധിക്കണം. അത് സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് പ്രകാരമാണോ അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡാണോ, ആ ഡിപ്രീസിയേഷൻ കറക്റ്റ് ആണോ എന്ന് പരിശോധിക്കേണ്ടത് അയാളുടെ ഡ്യൂട്ടിയാണ്. അതേപോലെ ഈ പറയുന്ന വാല്യുവേഷന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന അക്കൗണ്ടിങ് പ്രിൻസിപ്പൾസ്, അതേപോലെ അക്കൗണ്ടിങ് റൂൾസ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് പരിശോധിക്കേണ്ടത് ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ്. അതേപോലെ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ഈസ് കൺസിസ്റ്റൻറ്റ് ഓവർ ദി ഇയേഴ്സ്. നമ്മൾ ഈ വാല്യുവേഷന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന മെത്തേഡ്, അതിൻ്റെ ഇയർ, ഇപ്പം നമുക്കറിയാലോ 10 വർഷം മുന്നേ വാങ്ങിയ അസറ്റൊക്കെ ആണെങ്കിൽ അതിൻ്റെ വില എല്ലാ വർഷവും കുറച്ച് വരുമ്പോൾ നാമമാത്രമായ വാല്യൂ ആണ് ഉണ്ടാകുക. അപ്പോൾ അങ്ങനെയുള്ള വിലകളൊക്കെ കറക്റ്റ് ആണോ എന്ന് പരിശോധിക്കേണ്ടത് ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ്. അതേപോലെ ഓഡിറ്റർ ചെയ്യേണ്ടത് അസറ്റും ലാബിലിറ്റിയും പ്രോപ്പറായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടോ അക്കോർഡിംഗ് ടു കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ഇനി നമ്മൾ നോക്കേണ്ട കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊസിഷൻ ഓഫ് ഓഡിറ്റർ റിഗാർഡിംഗ് വാല്യുവേഷൻ ഓഫ് അസറ്റ്. സാധാരണ ഒരു അസറ്റ് വാല്യൂ ചെയ്യണമെങ്കിൽ
ഓഡിറ്റേഴ്സ് ചെയ്യുന്ന കാര്യം ആ ഓഡിറ്റർ അതുമായി ബന്ധപ്പെട്ട നല്ല നോളേജുള്ള അറിവുള്ള ഒഫീഷ്യൽസുമായി സംസാരിച്ച് അങ്ങനെ വാല്യൂ ചെയ്യുന്ന വ്യക്തികളുമായി സംസാരിച്ച് അതിനനുസരിച്ചാണ് അയാൾ ഡ്യൂട്ടി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയാവുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് എങ്ങനെയാണ് അസറ്റ് വാല്യൂ ചെയ്യുക. ആദ്യം അസറ്റുകളിൽ വരുന്ന അസറ്റിൻ്റെ പേര് ഫിക്സഡ് അസറ്റാണ്. ആദ്യം വരുന്നത് ഫിക്സഡ് അസറ്റാണ്. നമുക്ക് ഓൾറെഡി അറിയാം, ഒരു ബിസിനസ്സിൽ പെർമനൻ്റായി ആ ബിസിനസ്സിൻ്റെ ആദ്യകാലം മുതൽ അവസാന കാലം വരെ ഉണ്ടാകുന്ന അസറ്റുകളെ പറയുന്ന പേരാണ് എന്ത്? ഫിക്സഡ് അസറ്റ്. പെർമനൻ്റ് നേച്ചർ, പെർമനൻ്റ് ഏർണിംഗ് ഓഫ് ഇൻകം ആണ് ഈ അസറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതുമായി ബന്ധപ്പെട്ട ഓഡിറ്റർ പരിശോധിക്കേണ്ടത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, വാങ്ങിയ വില, ഫ്രൈറ്റ് അതിൻ്റെ കയറ്റിറക്ക് കൂലികൾ, കോസ്റ്റ് ഓഫ് ഇൻസ്റ്റലേഷൻ അത് സ്ഥാപിക്കാൻ വേണ്ടി വന്ന വിലകൾ, അതേപോലെ കോസ്റ്റ് ഇൻകേർഡ് റീകണ്ടീഷനിങ് ദ അസറ്റ്, അസറ്റ് റീകണ്ടീഷൻ എന്തെങ്കിലും ഇത് വന്നെങ്കിൽ അത് പരിശോധിക്കണം, ഡിപ്രീസിയേഷൻ, അതേമാതിരി എക്സ്പെക്റ്റഡ് ലൈഫ്, സ്ക്രാപ്പ് വാല്യൂ, അതേപോലെ ഇത് കമ്പനീസ് ആക്ടിന് അനുസരിച്ചാണോ ഈ പറയുന്ന ബുക്ക് ഓഫ് അക്കൗണ്ടുകളിൽ തയ്യാറാക്കിയത് എന്ന് ഓഡിറ്റർ പരിശോധിക്കണം. അതേപോലെ ലാൻഡ് ബിൽഡിങ്ങിൻ്റെ വാല്യൂ, സാധാരണ നമുക്കറിയാം ലാൻഡിൻ്റെ വില കൂടുകയും ബിൽഡിങ്ങിൻ്റെ വില കുറയുകയുമാണ് ചെയ്യുക. അപ്പോൾ അപ്രീസിയേഷനും ഡിപ്രീസിയേഷനും പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അപ്പോൾ അക്കൗണ്ടിങ് റൂൾസ് റെഗുലേഷൻ, ഫൈനൽ അക്കൗണ്ടിൻ്റെ നിയമങ്ങൾക്കനുസരിച്ചാണോ ഇത് പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്തതെന്ന് പരിശോധിക്കേണ്ടത് ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ്. പിന്നെ രണ്ടാമത് നോക്കേണ്ട അസറ്റുകൾ കറണ്ട് അസറ്റാണ്. ഒരു ഷോർട്ടർ പീരീഡിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന അസറ്റുകളെ പറയുന്ന പേരാണ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് അസറ്റുമായി ബന്ധപ്പെട്ട് ഷോർട്ട് ടേം പീരീഡിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻവെൻ്ററി, ബുക്ക് ഡെറ്റ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, അതുമാതിരി ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് അറ്റ് ഇൻ ഹാൻഡ് തുടങ്ങിയ അസറ്റുകളൊക്കെ പ്രോപ്പറായിട്ട് ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ? അതേപോലെ കമ്പനീസ് ആക്റ്റും ഫൈനൽ അക്കൗണ്ടിൻ്റെയും അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് റൂൾസ് ആൻഡ് റെഗുലേഷൻ പ്രകാരമാണോ റെക്കോർഡ് ചെയ്തത്? പ്രത്യേകിച്ച് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 പ്രകാരമാണ് ഇത് പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ സൺട്രി ഡെറ്റേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ബാഡ് ഡെറ്റ്, പ്രൊവിഷൻസ്, ഡിസ്കൗണ്ട് ഒക്കെ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കണം. ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും, അതായത് കയ്യിലുള്ള ലിക്വിഡ് ക്യാഷും ബാങ്കിലുള്ള ക്യാഷും പ്രോപ്പറാണോ എന്ന് പരിശോധിക്കണം. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു സാധനമാണ് സ്റ്റോക്ക്. സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ റോ മെറ്റീരിയൽ, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, ഇങ്ങനെ 3ആയിട്ട് സ്റ്റോക്കിനെ തരംതിരിക്കാം. 1 റോ മെറ്റീരിയലിൻ്റെ രൂപത്തിലിരിക്കുന്ന സ്റ്റോക്കുകൾ, 2 റോ മെറ്റീരിയലിൻ്റെ രൂപത്തിൽ നിന്ന് മാറി വർക്ക് ഇൻ പ്രോഗ്രസ് ആയ സ്റ്റോക്കുകൾ, 3 ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പോൾ ഇതിനു വേണ്ടി അഡോപ്റ്റ് ചെയ്ത നിയമങ്ങൾ ഏതാണ്? ലിഫോ ആണോ, ഫിഫോ ആണോ, സിമ്പിൾ ആവറേജ് ആണോ, വെയ്റ്റഡ് ആവറേജ് ആണോ, സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആണോ, ബേസ് സ്റ്റോക്ക് മെത്തേഡാണോ, ഇതിനനുബന്ധമായ എന്ത് മെത്തേഡാണ്, എന്ത് ടെക്നിക്സ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അത് പ്രോപ്പറായിട്ട് പരിശോധിക്കേണ്ടത് ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ്. മൂന്നാമത് വരുന്നത് ഇൻടാഞ്ചിബിൾ ഗുഡ്സ്. നമ്മൾ പറയാവുന്ന കനോട്ട് ബി ടച്ച്, ഇൻടാഞ്ചിബിൾ അസറ്റ്, കനോട്ട് ബി ടച്ച്, കനോട്ട് ബി സ്മെൽ എന്നൊക്കെ പറയാവുന്ന അസറ്റുകളെ പറയുന്ന പേരാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്. ഏതൊക്കെ ഇൻടാഞ്ചിബിൾ അസറ്റ് വരിക? ഗുഡ് വില്ല്, പേറ്റന്റ്, ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ്. അപ്പോൾ ഇതൊക്കെ പ്രോപ്പറായിട്ട് ബാലൻസ് ഷീറ്റിൽ കൊടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ്. ഹി ഷുഡ് വെരിഫൈ ഏതൊക്കെ ഐറ്റംസ് ഞാൻ പറഞ്ഞു? ഗുഡ് വില്ല്, പേറ്റന്റ്, ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ്. അപ്പോൾ ഇതിൻ്റെ എമൗണ്ട് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടോ? ഇതിൽ എന്തെങ്കിലും വേരിയേഷനോ വ്യത്യാസമുണ്ടോ? ഇവിടെ അക്കൗണ്ടിങ്ങിൻ്റെ പ്രിൻസിപ്പൾസ് പാലിച്ചിട്ടുണ്ടോ? ഫൈനൽ അക്കൗണ്ടിൻ്റെ നിയമങ്ങൾ പാലിച്ചിട്ടുണ്ടോ? അതുമാതിരി AS 26 പ്രകാരമാണോ ഇൻടാഞ്ചിബിൾ അസറ്റുകൾ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്തത് എന്ന് പരിശോധിക്കേണ്ടത് ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ്. നാലാമത്തെ ഫിറ്റീഷ്യസ് അസറ്റ്. ഫിറ്റീഷ്യസ് അസറ്റ്. ഫിറ്റീഷ്യസ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് റിയൽ അസറ്റ് അല്ല, എന്നാലും അസറ്റിൻ്റെ ഭാഗത്ത് എഴുതുന്ന കുറേ ഐറ്റംസ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വരുന്ന പ്രിലിമിനറി എക്സ്പെൻസ്, അതേമാതിരി ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, സ്പെഷ്യൽ അഡ്വർടൈസ്മെൻറ്റുകൾ,
അതുമാതിരി ലോഞ്ചിങ് പ്രൊഡക്റ്റ് ക്യാമ്പയിൻ, ഇങ്ങനെ ഒരു ബിസിനസ് ആരംഭിക്കുന്നത് അല്ലെങ്കിൽ ആ ബിസിനസ്സുമായി അനുബന്ധമായിട്ട് വരുന്ന ആ ഐറ്റത്തിനെ പറയുന്ന പേരാണ് ഫിറ്റീഷ്യസ് അസറ്റ്. ഇത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ നമ്മൾ പ്രോപ്പറായിട്ട് കാണിക്കാറുണ്ട്, ഒരു മിസ്ലേനിയസ് പോലെ. ഇത് പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ, ഇവിടെ അക്കൗണ്ടിങ്ങിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പരിശോധിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ്. അതേപോലെ വേസ്റ്റിംഗ് അസറ്റ്. വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? നമ്മളൊരു ബിസിനസ്സിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ആ അസറ്റുകളെ വിളിക്കുന്ന പേരാണ് വേസ്റ്റിംഗ് അസറ്റ്. ഉപയോഗിച്ചാൽ അത് നല്ല അസറ്റാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് മൈൻ, കോറി, ഓയിൽ വെല്ല്, ഇതൊക്കെയാണ് വേസ്റ്റിംഗ് അസറ്റ്. ഇപ്പോൾ നമ്മൾ മണ്ണ് ഖനനം ചെയ്യുക, കരിങ്കല്ല് ഖനനം ചെയ്യുക, മണൽ ഖനനം ചെയ്യുക, അതേപോലെ ഓയിൽ അതായത് പെട്രോളിയം പ്രൊഡക്ട്സുകളൊക്കെ ഖനനം ചെയ്യുക. ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ വേസ്റ്റിംഗ് അസറ്റാണ്. ഉപയോഗിച്ച് കഴിഞ്ഞതിന് എന്ത് അസറ്റായിട്ട് കണക്ക് കൂട്ടാം? പ്രോപ്പർ അസറ്റായിട്ട് കണക്ക് കൂട്ടാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒറിജിനൽ കോസ്റ്റും ഇതുമായി റിലേറ്റഡുമായി ബന്ധപ്പെട്ട എക്സ്പെൻസും ഒക്കെ കഴിച്ച് യഥാർത്ഥ എമൗണ്ട് ആണോ ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്തത് എന്നും അവിടെ അക്കൗണ്ടിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസൊക്കെ പ്രോപ്പറായിട്ട് പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതും ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ്.